വെള്ളരിക്ക മോരുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയിൽ കുറച്ച് വെള്ളം, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ച് എടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനായിട്ടുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെറിയ ജീരകം, പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഈ വെള്ളരി കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഇതുപോലെ വെന്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇട്ട് യോജിപ്പിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയാവും. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ചോറിൻ്റെ കൂടി ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ പ്ലേറ്റ് കാലിയാവുന്ന വിധം അറിയില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ചൂടായ എണ്ണയിൽ കടുകും ഉള്ളിയും ചേർത്ത് താളിച്ചെടുത്തത് ഇതിലോട്ട് ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു മൂടി വെക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി വെള്ളരിക്ക മോരുകറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ.